പോലീസുകാർ നോക്കി നിൽക്കുകയാണ്. നമ്മൾ നഗരസഭാ വൈസ് ചെയർമാൻ്റെ ആ ഒരു ബൈറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടു. ആ സ്റ്റേജിന് പിന്നിലുണ്ടായിരുന്ന ബാനർ പോലും അത് പോലീസുകാർ നോക്കി നിൽക്കെ തന്നെ വന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ, ഗുണ്ടകൾ എന്ന് തന്നെ പറയാം, കാരണം അവർ വന്ന് അത് വലിച്ചു കീറുന്നൊരു കാഴ്ച, അത് പോലീസുകാർ നോക്കി നിൽക്കുക എന്നുള്ളതൊരു എടുത്തു പറയേണ്ട ഒരു കാര്യമല്ലേ? ഈ ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകളായ ആളുകൾ ഇങ്ങനെ വന്ന് അതിക്രമം കാണിച്ചിട്ടും പോലീസ് ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇത്രയും നേരം കഴിഞ്ഞ് ഇപ്പോഴാണ്, അതായത് ഇവിടെ ആ ഗുണ്ടകൾ അവിടുത്തെ ഇരമ്പി എത്തുന്നു. അതിനുശേഷം ഈ സ്റ്റേജിലേക്ക് കയറുന്നു. സ്റ്റേജിൽ കയറി അതിൻ്റെ ആ ചവിട്ടുപടിയാണെങ്കിലും മൈക്കാണെങ്കിലും ഒക്കെ തകർക്കുന്നു. അതിനുശേഷം ശിലാഫലകവും മറ്റുമൊക്കെ തകർക്കുന്നു. അതിനുശേഷം ഈ ഫ്ലക്സ് ബോർഡിനെ ഉൾപ്പെടെ വലിച്ചു കീറുന്നു. അതും നഗരസഭാ ചെയർപേഴ്സണും വൈസ് ചെയർമാനും ഉൾപ്പെടെ സ്റ്റേജിലിരിക്കുമ്പോഴാണ് ഇങ്ങനെ അവരെ ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കുമോ എന്ന് നമുക്ക് ചിലപ്പോൾ ഭയം തോന്നിയ തരത്തിൽ വലിയ ഒരു ബഹളം സൃഷ്ടിച്ചുകൊണ്ട്, പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു ഇവർ ഇങ്ങനെ അതിക്രമം നടത്തിയത്. ആ അതിക്രമം നടത്തിയ സമയത്തൊക്കെ പോലീസ് കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ് ചെയ്തത്. പക്ഷേ അവരെയൊന്നും അറസ്റ്റ് ചെയ്ത് നിൽക്കുകയോ മറ്റ് നടപടികളോ ഒന്നും ചെയ്തില്ല. ഇപ്പോഴും ആ അതിക്രമം കാണിച്ച ആളുകളൊക്കെ ഇവിടെ തന്നെ നിൽക്കുന്നു. അവരെയൊന്നും അറസ്റ്റ് ചെയ്ത് നിൽക്കുന്ന മറ്റു നടപടികളിലേക്ക് ഒന്നും തന്നെ കടക്കുന്നില്ല പോലീസ് എന്നുള്ളതാണ്. അതേതായാലും പോലീസ് ഈ പ്രതിഷേധത്തിൻ്റെ ആളുകൾക്ക് ഒത്താശ ചെയ്തു നൽകിയതാണ് ഇവിടെ അരങ്ങേറിയത് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ പേരിന് 2 പേരെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ബാക്കി ഒരുപാട് ആളുകൾ ഇപ്പോഴും ഇവിടെ തന്നെ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ആളുകളും കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. മറ്റ് ആളുകളെ അറസ്റ്റ് ചെയ്ത് നിൽക്കുന്ന നടപടികളിലേക്കോ മറ്റോ ഒന്നും തന്നെ പോലീസ് ഇവിടെ കടന്നില്ല എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല, ഇങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടാവും എന്നുള്ളത് നേരത്തെ തന്നെ കൃത്യമായിട്ട് വിവരം ഉണ്ടായതാണ്. പ്രത്യേകിച്ച് ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ പ്രതിഷേധം ഉണ്ടാവും എന്നുള്ളത് നേരത്തെ തന്നെ കൃത്യമായിട്ട് വിവരം അറിഞ്ഞതാണ്. പക്ഷേ എന്നിട്ട് പോലും ഈ പോലീസ് എന്തുകൊണ്ടാണ് കൂടുതൽ പോലീസുകാരെ ഇവിടെ വിന്യസിച്ചുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്ന നഗരസഭാ ചെയർപേഴ്സണും വൈസ് ചെയർമാനും ഉൾപ്പെടെ സുരക്ഷ ഒരുത്താനോ അല്ലെങ്കിൽ ഈ പരിപാടിക്ക് ഒരു സുരക്ഷ ഒരുക്കാനോ ഒന്നും തന്നെ കൃത്യമായ നടപടികൾ സ്വീകരിച്ചില്ല എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമാണ്. ഏതായാലും അതിരാവിലെ വന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്നവർ. അവരൊക്കെ വലിയ സങ്കടത്തോടെയാണ് പറയുന്നത്. കാരണം ഒരുപാട് ആളുകൾക്ക് ഗുണമാവുമായിരുന്ന, തങ്ങളെ ഒരിക്കലും പരിഗണിക്കുകയേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പരിഗണിക്കാതിരുന്ന തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അവർക്കൊക്കെ ആശ്വാസമാവേണ്ട ഒരു പദ്ധതി, ആ പദ്ധതിയിൽ ഡോക്ടർ കെ ബി എഡ്ഗേവാറിൻ്റെ പേര് നൽകുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് ഇങ്ങനെ വന്ന് അതും പ്രതിഷേധിക്കാം, സ്വാഭാവികമായിട്ടും പ്രതിഷേധിക്കാം. പക്ഷേ പ്രതിഷേധമല്ല ഇവിടെ അരങ്ങേറിയത്, ഗുണ്ടായിസമാണ് അരങ്ങേറിയത്. കാരണം അത്തരത്തിലാണ് ഇവിടെയുള്ള ഈ മൈക്കിനെ തകർക്കുന്നു, ഈ സ്റ്റേജ് തകർക്കുന്നു, ഫ്ലക്സ് തകർക്കുന്നു. അങ്ങനെ അത് യാതൊരു കാരണവശാലും അംഗീകരിക്കാനാവില്ല എന്നുള്ളതാണ് നഗരസഭ പറയുന്നത്. ഏതായാലും ഇപ്പോൾ നഗരസഭ കൂടുതൽ എങ്ങനെയാണ് ഇവിടെ വലിയ രീതിയിലുള്ള അതിക്രമമാണല്ലോ നടന്നത്, എന്താണ്? പാലക്കാട് നഗരസഭയെ സംബന്ധിച്ചോളം പാലക്കാട് നഗരത്തിലുള്ള എല്ലാ വിഭാഗം ജനങ്ങളും ചേർത്ത് പിടിച്ച് അവരുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി മാത്രമാണ് പാലക്കാട് നഗരസഭയെ 2ാം വട്ടവും പാലക്കാട് നഗരത്തിലെ പ്രബുദ്ധരമായ വോട്ടർമാരെ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇന്ന് കേരളത്തിൽ തന്നെ മാതൃകയായിട്ട് ഇപ്പോൾ 3-4 അവാർഡുകൾ പാലക്കാട് നഗരസഭയെ കിട്ടിയിരിക്കുന്നു. ഇതിലൊക്കെ അസുകൃഷ്ണത പൂണ്ട പ്രതിപക്ഷത്തിൻ്റെ നാടകമാണിത്. ഇത് ഈ ഭിന്നശേഷികളോട് ചെയ്ത പൈശാചികവും ക്രൂരവുമായി അവരുടെ കുടുംബങ്ങളോട് ചെയ്ത, അവരുടെ വേദനിക്കുന്ന മനസ്സിനോട് ചെയ്ത വളരെ പൈശാചികമായ നടപടിയാണ് ഇന്ന് ഡിവൈഎഫ്ഐൻ്റെ ഭാഗത്തും യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തും ഉണ്ടായിരുന്നത്. വളരെ പാർശ്വവൽക്കപ്പെട്ട ഒരു വിഭാഗം ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി മുന്നോട്ട് പോകുന്ന സമയത്ത് ഇങ്ങനത്തെ രാഷ്ട്രീയമായ പാപ്പരത്വം കാണിക്കുന്നത് തികച്ചും പ്രതിഷേധാർഹമാണെന്നാണ് എനിക്ക് ഈ വേളി പറയാനുള്ളത്. ഇത് പിന്നെ BJP ഭരിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ്. അപ്പം പ്രതിപക്ഷം ശരിക്കും ഇവരുടെ ഒരു പുരോഗമനപരമായ ഒരു ഉയർന്ന സാംസ്കാരികമായി ഉയർന്ന ഒരു സമൂഹത്തിൻ്റെ ലക്ഷണമാണ് ഈ സമൂഹത്തിൽ ഈ ഭിന്നശേഷിക്കാരെ സംരക്ഷിക്കുക എന്നുള്ളത്. ആ മുനിസിപ്പാലിറ്റിയുടെ ദൗത്യം അവർ കൃത്യമായി ചെയ്യാൻ ശ്രമിക്കുന്നു. പ്രതിപക്ഷം അതിനെ തടയാൻ ശ്രമിക്കുന്നു. ശരിക്കും പ്രതിപക്ഷത്തിന് ഒരു നോമിനലായിട്ട് അവർക്കൊരു പ്രതിഷേധം നടത്തി അവർക്ക് അങ്ങ് പോയാൽ മതിയായിരുന്നു. അതാണ് ശരിയായ ജനാധിപത്യം എന്ന് പറയുന്നത്. അവർക്ക് പ്രതിഷേധിക്കാൻ അവകാശമുണ്ട്, പക്ഷേ ഇതിനെ തടയാനുള്ള അവകാശമൊന്നുമില്ല. ഇത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഈ കേരള ഗവൺമെൻറ് ആണെങ്കിൽ തന്നെ ഭിന്നശേഷിക്കാർക്ക് കിട്ടേണ്ട പല ആനുകൂല്യങ്ങളും പണമില്ലാത്തതിൻ്റെ പേരിൽ തടയുകയാണ്. ഈ പിന്നെ ശാരീരികമായി മാനസികമായി ബുദ്ധിമുട്ടുള്ളവരുടെ ഇൻഷുറൻസ് പൈസ സർക്കാർ സമയത്ത് അടയ്ക്കുന്നില്ല. അതുകൊണ്ട് അവർക്ക് പിന്നെ ഹോസ്പിറ്റലിൽ റീഇംബേഴ്സ്മെൻറ്റും നടക്കുന്നില്ല. പല കാര്യത്തിലും ഈ സാമ്പത്തികത്തിൻ്റെ പേരിൽ ഭിന്നശേഷിക്കാർ ദുരിതം അനുഭവിക്കുക. ആ സമയത്ത് ഈ മുനിസിപ്പാലിറ്റി ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യുമ്പം
എല്ലാ ജനങ്ങളുടെയും ഒരു പ്രോത്സാഹനം കൊടുക്കേണ്ടതാണ്. ഇതിനകത്ത് രാഷ്ട്രീയം ഇല്ലാതെ തന്നെ എല്ലാവരും സഹകരിക്കണം എന്നുള്ളതാണ് ഒരു ഭിന്നശേഷിക്കാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഈ നഗരസഭയുടെ ചെയർപേഴ്സൺ ഇരിക്കുന്നു, വൈസ് ചെയർമാൻ ഇരിക്കുന്നു, അവരെ പോലും ആക്രമിക്കുന്ന തരത്തിലാണ് ആളുകൾ വന്ന് ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകരൊക്കെ വന്ന് ഇവിടെ അതിക്രമം കാണിച്ചത്. എന്നിട്ടും പോലീസ് കാര്യമായിട്ട് നടപടി ഒന്നും സ്വീകരിക്കുന്നുണ്ടായില്ല അല്ലേ? ഈ ഡിവൈഎഫ്ഐയുടെ ഈ സമരം വരുന്നത് കണ്ടിട്ട് ഇവിടെയുള്ള ഒറ്റ പോലീസുകാർ കൊണ്ടുമ്പോൾ തടുക്കാൻ പോയില്ല എന്നുള്ളതാണ്. അവരെ അഴിച്ചുവിടുന്ന പോലെയാണ് നമ്മൾ കാണാൻ സാധിച്ചത്. കാരണം അവർ നേരിട്ട് സ്റ്റേജിൽ ബഹുമാനപ്പെട്ട ചെയർപേഴ്സണും അതേപോലെ തന്നെ വൈസ് ചെയർമാനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളൊക്കെ ഇരിക്കുമ്പോൾ അവർ നേരിട്ട് സ്റ്റേജിൽ കയറിയിട്ട് ആക്രമിക്കുക. നിങ്ങളിവിടെ നാശനഷ്ടം വരുത്തിയ മൈക്കും അതേപോലെ തന്നെ സ്റ്റോണും അതേപോലെ തന്നെ ബെഞ്ചുകളെല്ലാം ഒന്ന് നോക്കിയേ. ഇത് പാവപ്പെട്ട പാലക്കാട് നഗരസഭയിൽ പാവപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങൾക്ക്, അതായത് ഈ ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് കേരളത്തിൽ തന്നെ ഇതുപോലെ ഒരു സ്കൂളില്ല ഇത് ചെയ്യാൻ പോകുന്നത്. ഒരു CSR ഫണ്ട് ഉപയോഗിച്ച് പാലക്കാട് നഗരസഭയിൽ ചെയ്യുന്നത്. ഒരു പാലക്കാട് നഗരസഭ BJP ഭരിക്കുന്ന ഒരു നഗരസഭയ്ക്ക് ഒരു പേര് വയ്ക്കാനുള്ള ഒരു അധികാരം പോലും ഇല്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. അതൊന്നും ഇവിടെ നടക്കില്ല. BJP ഭരിക്കുന്നുണ്ടെങ്കിൽ ഇതേ പേര് തന്നെ വെക്കും, ഡോക്ടർ എഡ്ഗവറുടെ പേര് തന്നെ വെക്കും, നാമകരണത്തിൽ പേര് വെച്ച് ഈ ബഡ്സ് സ്കൂൾ 100% ഉദ്ഘാടനം ചെയ്യും. അതിന് ഇതെല്ലാം ഇതിൻ്റെ അപ്പുറം ഇതെല്ലാം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ പ്രതിഷേധമൊന്നും നമ്മൾ വകവെച്ച് കൊടുക്കുന്നില്ല. കാരണം 2015 മുതൽ ഇവിടെ തുടങ്ങിയതാണ്. BJP എന്ന് ഭരിക്കാൻ തുടങ്ങിയോ എന്ത് വികസന പദ്ധതി കൊണ്ടുവന്നാലും ഇവരുടെ ഒരു പ്രതിഷേധം ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇപ്പം നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചോ, ഇവർ ചടങ്ങ് നടത്താൻ വേണ്ടിയിട്ടല്ലേ ഇവിടെ വന്നത്? യൂത്ത് കോൺഗ്രസ് ഉണ്ടോ ഇവിടെ? DYFI ഉണ്ടോ? അവർ വന്നു, അവരുടെ കാര്യം കഴിഞ്ഞു, അതോടുകൂടെ പോയി. ഇപ്പം നമ്മൾ നമ്മുടെ പരിപാടിയായിട്ട് പോവും. അപ്പോൾ ഇത് വച്ചിട്ടുണ്ടെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന പാലക്കാട് നഗരസഭ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇഞ്ച് പിന്നോട്ട് പോവില്ല. ഡോക്ടർ ഹെഡ്ഗവറുടെ പേരിൽ തന്നെ 100% ഈ സ്കൂള് പണി പൂർത്തിയാക്കിയിരിക്കും. ഒരു സംശയം വേണ്ട. അതുതന്നെയാണ്. ഏതായാലും ഈ പരിപാടിയുമായി മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതാണ് സംഘാടകർ അറിയിക്കുന്നത്, നഗരസഭ അറിയിക്കുന്നത്. ഏതായാലും സംസ്ഥാനത്തെ നഗരസഭകളിൽ ഏറ്റവും മികച്ച നഗരസഭ എന്നുള്ള പ്ലാൻ ഫണ്ട് വിനിയോഗത്തിൽ മികച്ച നഗരസഭ എന്നുള്ള നേട്ടം കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് നഗരസഭ നേടിയത്. ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു പാലക്കാട് നഗരസഭയ്ക്ക്, സാധാരണ ഈ രാഷ്ട്രീയ വിരോധം മൂലമൊക്കെ പലപ്പോഴും തങ്ങളെ അത്തരത്തിൽ പരിഗണിക്കാറില്ല എന്നൊക്കെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പാലക്കാട് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇത്തവണ ആ ഒരു മേഖലയിൽ നഗരസഭ വലിയ രീതിയിൽ മുന്നേറുകയും പ്ലാൻ ഫണ്ട് വിനിയോഗത്തിലും വികസന പ്രവർത്തനങ്ങളിലൊക്കെ വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തുകയും തുടർന്ന് 1ാം സ്ഥാനത്തേക്ക് പാലക്കാട് നഗരസഭ നടത്തുകയും ചെയ്തു എന്നുള്ളതാണ്. ഏതായാലും ആ നഗരസഭ 1ാം സ്ഥാനത്ത് എത്തിയതിൻ്റെ ഉൾപ്പെടെ അതിലുള്ള വിരോധമാണ് ഇപ്പോൾ ഇവിടെ DYFIക്കാരും യൂത്ത് കോൺഗ്രസ്സുകാരും കൂടെ തീർത്തത് എന്നുള്ളതാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. ഏതായാലും നഗരസഭ ഈ പ്രതിഷേധത്തെ ഒന്നും കണക്കാക്കുന്നില്ല, പരിപാടിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്.